റോജ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് പൊതുസ്ഥലത്ത് പാർട്ടി അംഗങ്ങളെ മദ്യപിച്ച് കാണരുതെന്നാണ്. വീട്ടിൽ ഇരുന്ന് മദ്യപിക്കാം. ഇതെന്ത് തരം മദ്യവർജനമാണ്? ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാപട്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരേ സമയം തന്നെ മദ്യവർജനം നടത്തണമെന്ന് പറയുക, അതേപോലെ തന്നെ മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് പറയുക. ഇങ്ങനെ ഇവർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ് മദ്യത്തെക്കുറിച്ച്. ഒരു ഉദാഹരണം, 2016 CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുകയും മദ്യവർജനം സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായി മാറ്റുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. ഘട്ടഘട്ടമായി മദ്യവർജിക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ നീക്കുക, അതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അതിൻ്റെ പേരിലാണ് കയ്യടി വാങ്ങി കഴിഞ്ഞ തവണ 2016 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്ന്. അത് CPI ഈ പാർട്ടിയിലെ ഈ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ മദ്യപാനത്തോടോ മദ്യവർജനത്തോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും നേതാക്കന്മാർക്കോ ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന് ഒരു തെളിവാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ 25 ബാർ ഹോട്ടലുകൾ മാത്രമായിരുന്നു, 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾ മാത്രമായിരുന്നു ഉണ്ടായത്. അതിന്നിപ്പോൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അതാണ്ട് 800-850 വന്നു കഴിഞ്ഞു കേരളത്തിൽ ബാർ. എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്, മദ്യവർജനമാണ്, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ ബിനോയ് വിശ്വത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കാപട്യം പുറത്തു വരുന്നത്. നിങ്ങൾ പറയുക ബാറിൽ പോയി വെള്ളം അടിക്കരുത്, വീട്ടിൽ ഇരുന്ന് വെള്ളം അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് എന്തുവാണ് നിങ്ങൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താ? സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം ഈ ബാർ ഹോട്ടലിലൂടെയും ബ്യൂറേജസ് കോർപ്പറേഷനിലൂടെയാണ്. എന്നിട്ട് അത് അവിടെ ഇരുന്ന് പരസ്യമായി മദ്യപിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ സകല ആദർശവും പൊളിഞ്ഞു പോകും. ബാക്കി വീട്ടിൽ ഇരുന്ന് പിന്നെ കള്ളു കുടിച്ചാൽ അല്ലെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ ആദർശം അങ്ങനെ മറ്റേ ഹിമാലയത്തിലേക്ക് കയറും എന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഇതാണ് ഈ അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരുടെ കാപട്യം എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരും മദ്യനിരോധനത്തിനെതിരായിട്ട് ഗാന്ധിജി പണ്ട് മദ്യനിരോധനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നത്, ഇപ്പോഴും അതിനകത്ത് പാർട്ടിയുടെ നയപരിപാടിക്കകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മദ്യവർജനവും മദ്യനിരോധനത്തെക്കുറിച്ചാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഈ രണ്ട് കൂട്ടത്തിൽപ്പെട്ടവരും ഈ പറയുന്നതിനോടൊന്നും ഒരു ആത്മാർത്ഥതയില്ലാന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സംഭവമാണിത്. മദ്യപിക്കുക അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അത് ഒരാൾക്ക് മദ്യപിക്കാതിരിക്കുക. കാരണം പ്രത്യേകിച്ച് മദ്യനിരോധനം നടപ്പിലാക്കാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മദ്യപിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ചോയ്സിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു പാർട്ടി അവരുടെ അംഗങ്ങൾക്ക് നയപരിപാടിയായിട്ട് പ്രഖ്യാപിക്കുന്നു, അതേസമയം തന്നെ നാട് മുട്ടിന് ബാർ ഹോട്ടലുകൾ തുറക്കുന്നതിന് വേണ്ട പിന്തുണയും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് വന്നിരുന്ന് അവരുടെ അണികളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ കാപട്യമാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ അണികളെ ബോധിപ്പിക്കുക, സർക്കാരിന് വേറെ വരുമാന മാർഗ്ഗം കണ്ടുപിടിക്കുക. നാട്ടുകാരെ കൊണ്ട് കുടിപ്പിച്ചിട്ട് നിങ്ങളുടെ അണികൾ മാത്രം മദ്യപിക്കാതെ ഇങ്ങനെ വലിയ യോഗ്യന്മാരായി നടക്കുന്നതിനകത്ത് എന്താ കാര്യം? പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു, മദ്യ പ്രമാണിമാരിൽ നിന്നും പിന്നെ അങ്ങനെയുള്ളവരിൽ നിന്നും പണം പിരിക്കരുത്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി കൂടെ സർവൈവ് ചെയ്യുന്നുള്ള ജനങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് പാർട്ടി പിരിക്കുന്നത്? ഇപ്പോൾ 10 കോടി രൂപ മുടക്കി അവരുടെ പാർട്ടി ഓഫീസ് പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്തു. എവിടെ നിന്നാണ് ഈ കാശ്? ഇതിൻ്റെ കണക്കുകൾ ജനങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ആരുടെ നിന്നൊക്കെയാണ് പിരിവെടുക്കുന്നത്? ബാർ ഹോട്ടൽ ഉടമകൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ബിസിനസ് നടത്തുന്നവരോ അവരെന്താ തൊട്ടുകൂടാത്തവരാണോ? അവർ ഈ നാട്ടിൽ എക്സൈസ് ഡ്യൂട്ടിയും മറ്റ് നികുതികളും ഒക്കെ കൊടുത്ത് ബിസിനസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഒരേ സമയം തന്നെ ബിസിനസ് അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് പറയുന്നു, ടൂറിസം വളരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ചെയ്തിട്ടാണ് പറയുന്നത് മദ്യപാനം എന്തോ വലിയ ദുഷിച്ച കാര്യമായിട്ടാണ് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ അണികൾ അങ്ങനെയാണെങ്കിൽ മദ്യപിക്കരുതെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കണം. അല്ലെങ്കിൽ എക്സൈസ് കൊണ്ടുള്ള വരുമാനം നമുക്ക് വേണ്ടാന്ന് CPI പോലൊരു പാർട്ടി തീരുമാനിക്കണം. കേരളത്തിൽ ഇങ്ങനെ ബാറുകൾ ഒരു നിയന്ത്രണമില്ലാതെ തുറക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ഇന്നുവരെ പിന്നെ ബിനോയ് വിശ്വമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ പറഞ്ഞിട്ടില്ല. ഇത്രയും 25 ബാറിൽ നിന്ന് 850 ബാറായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. ഈ യോഗ്യന്മാരാരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ നടന്ന് കുടിക്കുകയാണെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ഖണ്ഡിക്കാൻ പോലും തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഈ 8 വർഷം കൊണ്ട് ഇത്രയും ബാറുകൾ ഉണ്ടായതിൻ്റെ ഗുണമാർക്കാണ് ഉണ്ടായത്? ഈ CPIക്കും അവരുടെ അണികൾക്കും എല്ലാം ഇതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അവരൊക്കെ ഇവരുടെ ഈ ബാറുകാരുടെ നിന്നൊക്കെ തന്നെയല്ലേ പണം പിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാപട്യങ്ങൾ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞില്ല. ഗാന്ധിജിയുടെ നാടായതുകൊണ്ട് ഗുജറാത്തിൽ കഴിഞ്ഞ 60 വർഷമായിട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുക. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരൾ രോഗികളുള്ളത് ഗുജറാത്തിലാണെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം അവിടെ ഈ വജ്രവ്യാപാര ഒരു കേന്ദ്രം, ലോകത്തിലെ ഏറ്റവും വലിയൊരു വജ്രവ്യാപാര കേന്ദ്രം അവിടെ തുറന്നിരിക്കുകയാണ്. തുറക്കാനായിട്ടല്ല, അത് ഒരു മാൾ, വലിയൊരു സിറ്റി പോലെ തന്നെ, ഡയമണ്ട് സിറ്റി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 150 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഫാക്ടറി, ഷോപ്പുകളെല്ലാം കൂടെ ഉള്ളത്. പക്ഷേ മദ്യത്തിൻ്റെ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട്
ആ വ്യാപാരികളാരും അവിടെ വന്നത് തുറക്കാൻ തയ്യാറായിട്ടില്ല. അതിന് അവർ പറയുന്ന കാരണം ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് 5 സ്റ്റാർ ഹോട്ടലും അതിനോട് മദ്യ ബിസിനസ് നടത്താൻ സൗകര്യം ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ പുറത്തുനിന്ന് വരികയും ഇതൊരു ബിസിനസ് നടക്കുകയും ചെയ്തു. ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്ന 1-ാം തീയതി ബാറുകൾ തുറക്കണം എന്ന വിനോദസഞ്ചാര വകുപ്പിന്റെ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം എന്തോ വലിയ ബാധകമായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഞാനതാ പറഞ്ഞത്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ കാവട്യമാണ് ഇതിന്റെ ബേസിക് പ്രശ്നം. നിങ്ങൾ ഈ 29 ദിവസം തുറന്നു വെക്കും, ഒരു ദിവസം തുറക്കാതെ ഏതാണ്ട് വലിയ കാര്യം നേടി എന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഇത് എ കെ ആന്റണിയുടെ കാലത്ത് കൊണ്ടുവന്നൊരു മണ്ടൻ തീരുമാനമാണ് കേരളത്തിൽ. അതായത് ഇതുകൊണ്ട് അടിസ്ഥാനപരമായി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അവരെന്താ ചെയ്യുന്നത്? 1-ാം തീയതി കട അടപ്പായതുകൊണ്ട് തലേദിവസം പോയി ആവശ്യത്തിന് മദ്യം വാങ്ങിച്ചു പോകും. ഒരു 1-2 പെഗ് അടിക്കുന്നോ 4 പെഗ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ച് വീട്ടിൽ വെക്കും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത മദ്യത്തെക്കുറിച്ച് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും എടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എടുത്ത് ഏറ്റവും വിഡ്ഢിതരം നിറഞ്ഞ തീരുമാനമായിരുന്നു ബാർ ഹോട്ടലുകൾ പൂട്ടാൻ തീരുമാനിച്ച്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? കോൺഗ്രസിന് അതുകൊണ്ട് 1 രൂപയുടെ പോലും ഗുണം ഉണ്ടായില്ല. ആന്റണി സർക്കാരിൻ്റെ കാലത്ത് 96-ൽ ഇതേപോലെ തന്നെ ചാരായ നിരോധനം നടത്തി. കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി അന്ന് 96-ൽ. അതുപോലെ തന്നെ 2016-ലും കോൺഗ്രസ് തോറ്റു തുന്നമ്പാടിയാണ്. ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങളുടെ പേര് ജനങ്ങൾ ഇതിലൊന്നുമല്ല വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും മദ്യനിരോധനം പൂർണ്ണമായി നടപ്പാക്കി വിജയിക്കാൻ പറ്റിയിട്ടേയില്ല. ഇപ്പോൾ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് മദ്യത്തിന് നടക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ കാര്യം സമ്പൂർണ്ണ മദ്യനിരോധനം ഉണ്ടെന്ന് കടലാസിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യം. മദ്യവർജനം എന്ന് പറഞ്ഞ് റോഡിലിറങ്ങിയ മൈക്കിൻ്റെ മുമ്പ് എന്ന് പറയാൻ കൊള്ളാവുന്നല്ലാതെ ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ബിനോയ് വിശ്വം പറയേണ്ടത് സർക്കാരിൻ്റെ തീരുമാനം പിൻവലിക്കണം. ഇത്രയും ബാർ ഹോട്ടൽ കേരളത്തിൽ പാടില്ല. ജനസംഖ്യ അനുപാതികമായിട്ട് പോലും അല്ല തുറന്നു വെച്ചിരിക്കുന്നത്. 25 ഉണ്ടായിരുന്നിടത്താണ് നിങ്ങൾ 850 തുറന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള നികുതി നമുക്ക് വേണ്ട, അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് വേണ്ട. ജനങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കേണ്ടത്. ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാത്തവരുടെയും എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട ഒരു പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും മദ്യപിച്ച് പുറത്തുവയ്ക്ക് വരണ്ട, വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചു. അതെന്ത് ന്യായം? അത് സാധാരണ ജനങ്ങൾക്ക് ദഹിക്കാത്ത ഒരു ന്യായമാണ്. നിങ്ങൾക്ക് ഇത്ര മദ്യപാനത്തെക്കുറിച്ച് ഇത്ര അപകടകരമായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ജനങ്ങളോടും നിങ്ങളുടെ പാർട്ടി അംഗങ്ങളോടും എല്ലാം പറയേണ്ടത് നമ്മൾ ബാർ ഹോട്ടലുകളിൽ പോയി മദ്യപിക്കരുത്, ബാർ ഹോട്ടൽ തുറക്കാൻ പാടില്ല, ഇത്രയും ബാർ ഹോട്ടലുകൾ തുറന്നത് തീരുമാനം പിൻവലിക്കണം. ബാക്കി എല്ലാത്തിനെക്കുറിച്ച് വലിയ ഡയലോഗ് പറയുന്ന ഒരാളാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് ഇതുവരെയും മിണ്ടിയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മദ്യപിക്കരുത്, പരസ്യമായി മദ്യപിക്കരുത്, വീട്ടിൽ ഇരുന്ന് മദ്യപിക്കാം. അപ്പോൾ അത് തെറ്റല്ല. അപ്പോൾ അതെന്തോ ന്യായമാണ് പറയുന്നത്. ലിക്കർ പോളിസി ഇല്ലല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ലിക്കർ പോളിസി ഇതുവരെ വന്നിട്ടുമില്ല. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം അവ്യക്തമായ നിലപാടാണ് ഈ ഭരിക്കുന്ന പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിലുള്ളത്. ഈ വലിയ തത്വാദർശങ്ങൾ പറയും, എടുത്താൽ പൊങ്ങാത്ത ആദർശങ്ങൾ പറയും. ഏതാ? പ്രമാണിമാരുടെ പണം പിരിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഇവരെവിടുന്ന ഈ കാശ് പിരിക്കുന്നേ? കേരളത്തിലെ മാഫിയകൾ, മണ്ണ് മാഫിയ, മദ്യ മാഫിയ, ഈ മാഫിയ, സ്വർണ്ണ മാഫിയ, ഇങ്ങനെയുള്ള അറിയപ്പെടുന്ന മാഫിയകളുടെ നിന്നെല്ലാം പണം വാങ്ങിച്ചിട്ടാണ് ഈ പാർട്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഇതെവിടുന്നാണ് ഇവരുടെ കയ്യിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലെ പൈസ പിരിച്ചാൽ ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ പറ്റും? ഇല്ല. അപ്പോൾ എന്നിട്ടാണ് ഈ തത്വം പറയുന്നത്. അപ്പോൾ തത്വം പറയുന്നതിനോട് ഒന്നുകിൽ നിങ്ങൾ ഈ തത്വവുമായിട്ട് യോജിച്ചു പോകുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഈ തത്വം പൊതുമധ്യത്തിലെങ്കിലും പറയാതിരിക്കുക.